ഡിസംബറിൽ ക്രിസ്മസ് എക്സാം, ഫെബ്രുവരിയിൽ മോഡൽ എക്സാം, മാർച്ചിൽ പബ്ലിക് എക്സാം, ഇനി അങ്ങോട്ടേക്ക് എക്സാമുകളുടെ പെരുമഴക്കാലമാണ്. അപ്പം ഇപ്പം നിങ്ങൾ ഏതവസ്ഥയിലാണോ ഉള്ളത് അതുപോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയിൽ നന്നായിട്ട് മാർക്ക് കുറയും. ഓക്കെ, വെറുതെ പറയുന്നതല്ല, സത്യം പറയുന്ന. അപ്പൊ അതുകൊണ്ട് ഒരു ടൈം ടേബിൾ ഒക്കെ അനുസരിച്ച് പഠിക്കാനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട്. സോ ഇപ്പൊ തന്നെ ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അന്ന് മുതലെങ്കിലും ഈ കൃത്യമായ ടൈം ടേബിൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങളുടെ സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ നേരെ ടൈം ടേബിളിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ ഈ ടൈം ടേബിൾ ഞാൻ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവരും ഒരു വെള്ള പേപ്പറൊക്കെ എടുക്ക്. എടാ, എഴുതി വെക്കാത്ത ഒന്നും നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നില്ല, അതുകൊണ്ട് വെള്ള പേപ്പർ എടുത്ത് വെക്ക്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ സാർ, എപ്പോൾ എഴുന്നേക്കണം? എടാ, ഏകദേശം നമുക്കൊരു 6 മണിക്ക് എഴുന്നേക്കാം. 6 മണിക്ക് എഴുന്നേറ്റോ? യെസ് സാർ. 6 മണിക്ക് എഴുന്നേറ്റ് എന്ത് ചെയ്യണം? ഫോണിൽ തോണ്ടിക്കോട്ടെ? നോ, ഫോണിൽ തോണ്ടി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തോണ്ടി ഇരിക്കലേ ഉണ്ടാവുള്ളൂ. ഫോൺ ഉപയോഗിക്കരുത്. 6 മണിക്ക് എഴുന്നേറ്റ് ഉടൻ തന്നെ പോയി മുഖം നല്ല വൃത്തിക്ക് കഴുകുക. ശേഷം പോയിട്ട് എന്ത് ചെയ്യുക? നല്ല വെറുമ്പായിട്ട് നല്ല ശുദ്ധമായ വെള്ളം കുടിക്കുക. ശുദ്ധമായ വെള്ളം കുടിച്ച് വന്നതിന് ശേഷം ഒന്ന് ടോയ്ലറ്റിൽ പോയി വരാം. എന്നിട്ട് ബ്രഷ് ചെയ്യാം. അപ്പോഴത്തേക്കും ഒരു ബ്രഷൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു 6:20 ആകും. ഓക്കെ, 6:20 ഇനി നമുക്ക് നല്ലൊരു മോർണിംഗ് റൂട്ടീൻ വേണം അല്ലേ? അപ്പൊ നമ്മൾ 6:20 എന്ത് ചെയ്യും? 6:20 പോയിട്ട് ഒരു നല്ലൊരു ബുക്ക് എടുക്കാം. എന്ത് ബുക്കാ സാർ പഠിക്കണ്ടേ? അല്ലടാ, ഒരു മോട്ടിവേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സെൽഫ് ഡെവലപ്മെന്റ് ആയിട്ടുള്ള നമ്മളെ പോസിറ്റീവ് ആക്കുന്ന ഒരു ബുക്ക് എടുത്ത് ഒരു 5 മിനിറ്റ് വായിക്കുക. സമയം 6:25 ആ 5 മിനിറ്റിന് ശേഷം നിങ്ങൾ ഒരു 15 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക. ഒരു റീഡിങ്ങിന് ശേഷം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഫോക്കസ് ചെയ്യാൻ പറ്റും. എന്താ മെഡിറ്റേഷൻ? യൂട്യൂബിലൊക്കെ ഉണ്ട്, നോക്കിയാൽ മതി. നമ്മൾ എന്ത് ചെയ്യുക? കണ്ണടച്ചിട്ട് പല രീതിയിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അത് പഠിച്ചിട്ട് വേണമെങ്കിൽ 15 മിനിറ്റോളം മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷന് ശേഷം നല്ല വൃത്തിയുള്ളൊരു മൈൻഡ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. നമുക്കൊരു നല്ലൊരു ഫോക്കസ് ഉള്ള മൈൻഡ് ആയിരിക്കും. ആ സമയത്ത് നമ്മുടെ മൈൻഡിലോട്ട് ചില കാര്യങ്ങൾ ഇഞ്ചക്ട് ചെയ്യണം. എന്താ ചേട്ടാ, എന്താ സാറേ ഇഞ്ചക്ട് ചെയ്യേണ്ടത്? ഒന്നുമില്ല, നിങ്ങൾ ഭയങ്കര അടിപൊളിയാണ്, ഞാൻ സൂപ്പറാണ്, ഞാൻ ഇന്ന് നല്ല പ്രൊഡക്റ്റീവായി ഉപയോഗിക്കും, ഞാൻ എൻ്റെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരും, ഞാൻ ഈ എക്സാമിന് ഇത്ര മാർക്ക് മേടിക്കും, ഫുൾ A+ എനിക്ക് ഉറപ്പാണ് എന്ന് കുറേ കാര്യങ്ങൾ കോൺഫിഡൻസ് കൂട്ടുന്ന രീതിയിൽ മൈൻഡിലോട്ട് ഇഞ്ചക്ട് ചെയ്യുക. പറഞ്ഞുകൊണ്ടിരിക്കുക, അഫർമേഷൻസ് കൊടുക്കുക. 5 മിനിറ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കണ്ണാടി നോക്കിക്കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ കണ്ണടച്ചുകൊണ്ട് ചെയ്യാം. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിപ്പിക്കുക. ഇത് ദിവസവും ചെയ്താൽ നല്ല എഫക്ട് നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ, യെസ് സർ. അപ്പൊ സമയം എത്രയായി? എടാ, 6:25 15 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്തു, 6:40 5 മിനിറ്റ് അഫർമേഷൻ ചെയ്തു, 6:45 6:45 നിങ്ങൾ ഒരു 15 മിനിറ്റ് നേരം, അതിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എക്സസൈസ് ചെയ്യുക. അതായത് മനസ്സ് മാത്രം ഓക്കെ ആയാൽ പോരല്ലോ, നമ്മുടെ ശരീരം എന്ത് ചെയ്യണം? ഒന്ന് വിയർക്കണം. അപ്പൊ ഇതാ നല്ല വർക്കൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എക്സസൈസോ പുഷപ്പോ ഒക്കെ ചെയ്തിട്ട് 15 മിനിറ്റ് 7 മണി വരെ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അപ്പൊ ഇപ്പൊ സമയം എത്ര മണിയായി? 7 മണി. എക്സസൈസ് ഒക്കെ ചെയ്തില്ലേ? ഒരു 5 മിനിറ്റ് വിശ്രമിച്ചോ. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? പോയി കുളിച്ചോളൂ. വേഗം പോയി കുളിച്ചോളൂ, ഫ്രഷ് അപ്പ് ആയിക്കോളൂ. ഒരു 20 മിനിറ്റ് അതിന് വേണമെങ്കിൽ എടുത്തോളൂ, അരമണിക്കൂർ വേണ്ടവരെ അതും എടുത്തോളൂ. നമുക്കൊരു 7:30 ആയി എന്ന് കൂട്ടാം. ഓക്കെ, ഒരു 7:30 സമയമായി, കുളിച്ച് വൃത്തിയായി വന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞത് വെറുതെ കൊണ്ട് എന്താ പറയാ, ചിക്കനും മട്ടനൊക്കെ കഴിച്ചോളൂ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഹെൽത്തി ആയിരിക്കണം. ഹെൽത്തി എന്ന് പറയുന്ന ഫുഡ് എന്താണോ ആ ഒരു ഐറ്റംസ് കഴിക്കുക. ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുക. കാരണം രാവിലെ തന്നെ എന്ത് ചെയ്യരുത്? നിങ്ങൾ മധുരവും ഒരുപാട് ഷുഗർ ഐറ്റംസും ജങ്ക് ഫുഡൊക്കെ വലിച്ചു കയറ്റി ക്ഷീണിതനായി അന്നത്തെ ദിവസം മൊത്തം കളയരുത്. ഓക്കെ, സമയം അപ്പോൾ ഒരു 7:20 കഴിഞ്ഞൊരു 8 മണിയൊക്കെ ആവാനായി അല്ലേ? ഓക്കെ സാർ, ഇനി എന്ത് ചെയ്യും? ഇനി നിങ്ങൾ രണ്ടായി തിരിക്കുക. അതായത് ഹോളിഡേ ആണെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യുക. സ്കൂൾ ഡേ ആണെങ്കിൽ നേരെ എന്ത് ചെയ്യുക? എപ്പോഴാണോ നിങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ടത് ആ സമയം വരെ ഇരുന്ന് പഠിക്കുക. ഓക്കെ, എപ്പോഴാണോ 8 മണിക്ക് ശേഷം എപ്പോഴാണോ സ്കൂളിൽ പോകേണ്ടത് അതുവരെ ഇരുന്ന് പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? സ്കൂളിൽ പോയിക്കോളൂ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു 5 മണിക്ക് തിരിച്ചു വരുന്ന രീതിയിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. ഇനി നിങ്ങൾക്ക് തന്നെ എന്തുണ്ടാവും? ലീവ് ഡേയ്സ് ഉണ്ടാകും. ലീവ് ഡേ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റഡി സെഷൻ 8 മണിക്ക് തുടങ്ങുകയാണ്, 8 മുതൽ 10 വരെ. ഓക്കെ, അപ്പൊ നിങ്ങൾ 2 ടൈം ടേബിൾ എഴുതി വെക്കണേ. സ്കൂൾ ഉണ്ടെങ്കിൽ അങ്ങനെ, സ്കൂളില്ലെങ്കിൽ അപ്പൊ 2 പേജ് എടുത്തോട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? 8 മുതൽ 10 മണി വരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് സ്റ്റഡി സെഷൻ ആണ്. ചേട്ടാ, 2 മണിക്കൂർ ഇങ്ങനെ കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കണോ? വേണ്ട, നിങ്ങൾ ഓരോ 25 മിനിറ്റ് കൂടുമ്പോഴും 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോളൂ. പോമഡോറോ ടെക്നിക് എന്ന് പറയും. അങ്ങനെ ഓരോ 25 മിനിറ്റ് എടുക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞു. എത്ര സമയമായി? 10 മണിയായി. 10 to 10:30 വരെ ബ്രേക്ക് ആണ്. നിങ്ങൾ എന്തും ചെയ്തോ, ഫോണിൽ കളിക്കോ, എന്ത് വേണം ചെയ്തോ, പാട്ട് കേൾക്കോ, തുള്ളി കളിക്കോ, എന്തും ചെയ്തോ, കുഴപ്പമില്ല. 10:30 10:30 to 12:30 സ്റ്റഡി സെഷൻ നമ്പർ 2. ഓക്കെ, 2 മണിക്കൂർ. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 4 സെഷനായിട്ട് 5-5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് പഠിച്ചാൽ മതി. കണ്ടിന്യൂസ് ഒന്നും ആരും പഠിക്കണ്ട. 12:30 12:30 നിങ്ങൾ ഇതാ പോയിട്ട് ഒന്ന് ചാച്ചിക്കോ. എങ്ങനെ? പവർ നാപ്പ് എന്ന് പറയും അല്ലേ? ഒരു 20 മിനിറ്റ് മതി. ഓവർ ഉറങ്ങി പോകരുത്. അങ്ങ് ഉറങ്ങി നേരം പോയി രാത്രി എണീക്കരുത്. ഓക്കെ, മൊത്തം ഷെഡ്യൂളും തകരും. ഓക്കെ, കറക്റ്റ് ഒരു 12:30 നമ്മൾ ഉറങ്ങി കഴിഞ്ഞാൽ ഒരു 1 മണിക്ക് മുമ്പ് എഴുന്നേക്കണം. ഇനി നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ കണ്ടിന്യൂസ് ബ്രേക്ക്. അതായത് 12:30 മുതൽ ഒരു 12:30 അല്ലേ, 12:30 ഉറങ്ങി എണീച്ചു, 1 മണി മുതൽ
3 മണി വരെ നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം, ലഞ്ച് ബ്രേക്ക്. ആ സമയത്ത് നിങ്ങൾക്ക് സിനിമ കാണാം, വേണമെങ്കിൽ കണ്ടോളൂ. ഓക്കെ, നിങ്ങൾ പഠിച്ചതല്ലേ കഷ്ടപ്പെട്ട്, ഭക്ഷണം നല്ല ആസ്വദിച്ച് കഴിച്ചോളൂ. ഇനി 3 മുതൽ 5 വരെ നിങ്ങൾക്ക് ഒരു സ്റ്റഡി സെഷൻ കൂടി തരികയാണ്. അപ്പം 3ാമത്തെ സ്റ്റഡി സെഷനായി 3 മുതൽ 5 വരെ. ഓക്കെ, അപ്പൊ ഈ സ്റ്റഡി സെഷൻ കഴിയുന്നത് വരെ ഹോളിഡേ കഴിഞ്ഞു അല്ലേ. അപ്പൊ ബാക്കി സ്കൂൾ ഡേന്റെ ടൈം ടേബിൾ ആണെങ്കിലോ നമ്മൾ 5 മണിക്ക് ഏകദേശം തിരിച്ചു വരുന്നതായിട്ട് കണക്കാക്കാം. ഇനി 5 മുതൽ 6 വരെ നിങ്ങൾ സ്കൂളിൽ നിന്നായാലും കുറെ പഠിച്ചിട്ടുണ്ട്, ഹോളിഡേ ആണെങ്കിൽ വീട്ടിൽ നിന്നും കുറെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു വിശ്രമം വേണ്ടേ? 5 മുതൽ 6 മണി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കളിക്കാൻ പോകാൻ പറ്റുന്നൊരു കളിച്ചോ, ഷട്ടിൽ ബാറ്റോ അല്ലെങ്കിൽ ക്രിക്കറ്റോ ഫുട്ബോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കാൻ, അല്ലെങ്കിൽ വീടിന്റെ പുറത്തുള്ള ഫ്രണ്ട്സുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എൻജോയ് ചെയ്യാം, വീട്ടുകാരുടെ സമ്മതത്തോടെ മാത്രം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? 6 മണിക്ക് നിങ്ങൾ തിരിച്ചു വരുന്നു. 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫ്രഷ് അപ്പ് ഒക്കെ ചെയ്ത് ഒരു ചായയൊക്കെ കുടിച്ച് 6:30ക്ക് നമ്മൾ അടുത്ത സ്റ്റഡി സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സാറേ വീണ്ടും സ്റ്റഡി ആണോ? ആടാ, സ്കൂൾ വിട്ട് വന്നാൽ സ്കൂളത്തെ വർക്കൊക്കെ ചെയ്യണ്ടേ അല്ലേ? അപ്പൊ 6:30 മുതൽ ഒരു 7:30 വരെ 1 മണിക്കൂർ നിങ്ങൾ പഠിക്കണം. ഓക്കെ, എന്നിട്ടോ 7:30 മുതൽ 8 മണി വരെ നിങ്ങൾ ഒരു ഡിന്നറിന് ബ്രേക്ക് കൊടുത്തു. ഫാമിലിയായിട്ടൊക്കെ അത്യാവശ്യം സംസാരിക്കുക, എല്ലാ കാര്യങ്ങളും തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഫാമിലിയായിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു റിലാക്സേഷൻ ഒക്കെ കിട്ടും. അങ്ങനെ 8 മണിയായി. 8 മണി മുതൽ 9 മണി വരെ അടുത്തൊരു സ്റ്റഡി സെഷൻ കൂടി പാസ്സാക്കിക്കോ. ഓക്കെ, 9 മണിയായില്ലേ? 9 മണി മുതൽ 9:15 വരെ നിങ്ങൾ ഫോണിൽ കളിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ. 15 മിനിറ്റ്. 9:15 മുതൽ 9:45 വരെ അല്ലെങ്കിൽ 9:40 വരെ നിങ്ങൾ അന്ന് പഠിച്ച മുഴുവൻ കാര്യങ്ങൾ ഓടിച്ച് റിവൈസ് ചെയ്യുക. എങ്ങനെ റിവൈസ് ചെയ്യുക? വായിച്ചു നോക്കുക. രാവിലെ തൊട്ട് പഠിച്ച നിങ്ങൾ എഴുതിയ നോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ടെക്സ്റ്റ് ബുക്കോ നിങ്ങൾ കണ്ട വീഡിയോകളോ എല്ലാം എന്ത് ചെയ്യുക? ഓടിച്ചിട്ട് റിവൈസ് ചെയ്യുക, റിവിഷൻ ചെയ്യുക. അതാണ് 9:40 വരെ ചെയ്യേണ്ടത്. ഇനി 9:40 9:40 നിങ്ങൾ നേരെ ബെഡിൽ കയറി കണ്ണുകൾ അടയ്ക്കുക. ഓക്കെ, കണ്ണുകൾ അടച്ചിട്ട് നിങ്ങൾ രാവിലെ തൊട്ട് പഠിച്ച കാര്യങ്ങൾ മൈൻഡിൽ റിവിഷൻ ചെയ്യുക. അതിനെയാണ് മൈൻഡ് റിവിഷൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യരുത്? ബുക്ക് നോക്കരുത്. ഓക്കെ, ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ രാവിലെ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ നോക്കുക. ഓർത്തെടുക്കുക. ചിലപ്പോൾ ഒന്നും പകുതി ഓർമ്മ വരില്ല, അതെങ്ങനെയാ. പക്ഷെ പയ്യെ ഗ്രാജുവലി നിങ്ങൾ നല്ല ഓർത്തെടുക്കുന്ന ആൾക്കാരായിട്ട് നിങ്ങൾ മാറും. അങ്ങനെ സമയം ഒരു എത്രയാണെന്ന് അറിയേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ എല്ലാം കഴിയുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 10:15 ആകുമായിരിക്കാം. ഓക്കെ, നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. ഫസ്റ്റ് ദിവസം കിട്ടില്ല വെച്ചിട്ട് ഒന്നും ബേജാറാവണ്ട. പയ്യെ ഇമ്പ്രൂവ് ആയിക്കോളും. നേരെ കിടന്നുറങ്ങുക, കണ്ണ് തുറക്കണ്ട. ആ കണ്ണടയിലങ്ങ് ഉറങ്ങിപ്പോയിക്കോട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പാ മക്കളെ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ ചിലപ്പോൾ പൊസിഷൻ ഇപ്പോൾ പകുതി നിൽക്കുന്ന ഒരു ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ടോപ്പിലോട്ട് തന്നെ പോകും. കാരണം അത്രയ്ക്കും രീതിയിൽ നമ്മൾ പഠിക്കുന്ന സമയം കൊടുക്കുന്നുണ്ട്, റിവിഷൻ കൊടുക്കുന്നുണ്ട്, മൈൻഡ് റിവിഷൻ കൊടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ഉറപ്പുള്ളവർ കമന്റ് ചെയ്യും. ഓക്കെ, ബാക്കിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കൂടെ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.